ഫ്രഷ് ഫോൺ ഒരിക്കലും നിങ്ങൾക്ക് ഇത്ര പ്രൈസിൽ എന്ത് ചെയ്യില്ല, എവിടുന്നും കിട്ടൂല. പുതിയ ഫോണുകൾ സെക്കൻഡ് ഹാൻഡിന്റെ വിലയിലാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇത്ര കുറയും ഏകദേശം ഒരു 10-30 രൂപ കൊടുക്കാൻ പറ്റുമോ? 35,000 രൂപ കുറക്കാം. 30 അല്ല 35 നമ്മൾ കുറക്കും. 7200 mAh ബാറ്ററി ബാക്കപ്പ് വിവോയില് വന്നിട്ടുള്ള മോഡല് വിവോ Y51 പവർ ബാങ്ക് കൊണ്ടെടുക്കുന്ന പോലെ കൊണ്ടെടുക്കാം. അതുപോലെ കൊണ്ടെടുക്കാൻ പറ്റിയ വിവോന്റെ Y51 Pro പിക്സൽ 8 വരുന്നുണ്ട്. ഐഫോൺസ് ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. സാംസങ്ങിന് സീരീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, S25 വരുന്നുണ്ട്, S23 വരുന്നുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും നമ്മൾ മൈ മൊബൈലിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ ഫോണുകൾ സെക്കൻഡ് ഹാൻഡിന്റെ വിലയിലാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വിത്ത് വാറണ്ടി കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇനി EMI സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നല്ല ഏറ്റവും പുതിയ ഫോണുകൾ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇതാണോ അത് സെക്കൻഡ് ഹാൻഡ് പ്രൈസിനാണ് ഇവർ തരാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട്, ഒത്തിരി നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസുകളൊക്കെ ഒത്തിരി പേര് ഷോപ്പിൽ വന്നു, കുറേ പേര് ഫോണിലൂടെ ബന്ധപ്പെട്ടു. അപ്പോൾ അങ്ങനെ കുറേ ആളുകൾക്ക് സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്നൊരു ഷോപ്പാണ്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ കമൻറ്റ് കാര്യങ്ങളും നിങ്ങളെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പല വീഡിയോകളും നമ്മൾ അറിഞ്ഞതാണ്. സോ ഇത്തവണയും നമ്മൾ മൈ മൊബൈലിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇത്തവണയും നമ്മളെ വീഡിയോയ്ക്ക് കമൻറ്റിനൊക്കെ നമുക്ക് പ്രത്യേകം സമ്മാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നുകൂടെ നമുക്ക് ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള വസീം തന്നെയാണ്. വസീം, എന്താണ് നമ്മളെ കഴിഞ്ഞൊരു റെസ്പോൺസ്? ഒന്നുകൂടെ അടിച്ചുപൊളിയായിട്ട് കയറിയില്ല വീഡിയോ? അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഓട്ടോടെക്കിന്റെ മുഴുവൻ പ്രേക്ഷകരും വളരെയധികം ഏറ്റെടുത്തിട്ടുണ്ട്. അടിച്ചു കയറി. പക്ഷെ 300K മേലെ കടന്നു. അപ്പം അത്രയും ആളുകൾ കണ്ടു, കോണ്ടാക്ട് ചെയ്തു, മെസ്സേജ് അയച്ചു. നമ്മൾ ഒരുപാട് ആളുകൾക്ക് കൊടുത്തു. നല്ല അഭിപ്രായം തന്നെയാണ് കസ്റ്റമേഴ്സ് ഉള്ളത്. ഒരുപാട് ആളുകൾ ലോങ്ങിൽ നിന്ന് എത്താൻ കഴിയാത്ത ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തു. പേയ്മെൻറ്റ് നമ്മളെ QR അയച്ചു. അവർക്ക് എന്ത് ചെയ്തു, നമ്മൾ കൊറിയർ അയച്ചു കൊടുത്തു. അപ്പോൾ അവരൊക്കെ വീണ്ടും കമൻറ്റ് അടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നല്ല കമൻറ്റ് ചെയ്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഒരുപാട് ആളുകൾക്ക് നല്ല രീതിയിൽ തന്നെ, അതായത് പുതിയ ഫോൺ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് സെക്കൻഡ് ആക്കിയിട്ട് സെക്കൻഡിൻ്റെ പ്രൈസിൽ എന്ത് ചെയ്യാണ്, ഫ്രഷ് ഫോൺ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ പങ്കുവെക്കാനുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു അട്രാക്ഷൻ നമ്മൾ പറഞ്ഞാൽ കുറേ പ്രായമുള്ള ആളുകളാണ് കൂടുതലും കോൺടാക്ട് ചെയ്യുന്നത്. നല്ല പ്രായമുള്ള ആളുകളാണ് കോൺടാക്ട് ചെയ്തത്, ഇവിടെ ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്തു. ഭയങ്കര ഒരുപാട് ദൂരത്തു നിന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഷോപ്പിലേക്ക് വന്നു, പർച്ചേസ് ചെയ്തു. ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഇവിടുന്ന് പർച്ചേസ് ചെയ്തവർക്ക് ഇനി നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രത്യേകം ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവരെ ചെയ്തവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നല്ല ബെസ്റ്റ് പ്രൈസിൽ തന്നെയാണ് പുളിക്കൽ മൈ മൊബൈലിൽ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് പുതിയ മൊബൈൽ ഫോൺ എന്ത് ചെയ്യുന്നത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് സെക്കൻഡ് ഹാൻഡ് ആക്കിയിട്ട് സെക്കൻഡ് ഹാൻഡിൻ്റെ പ്രൈസിൽ പുതിയ മൊബൈൽ ഫോൺ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് എയർപോർട്ട് റോഡിലാണ്, പുളിക്കൽ. അതായത് രാമനാട്ടുകര കൊണ്ടോട്ടി റോഡിലാണ് നമ്മൾ എയർപോർട്ട് റോഡ് ഉള്ളത്. അപ്പോൾ അതിൽ രാമനാട്ടുകരയിൽ നിന്ന് ജസ്റ്റ് 6 കിലോമീറ്റർ പുളിക്കൽ അങ്ങാടിയാണ്. ഈ കൊണ്ടോട്ടി മലപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും, കൊണ്ടോട്ടി എയർപോർട്ട് ജംഗ്ഷൻ കഴിഞ്ഞ് നേരെ വന്നു കഴിഞ്ഞാൽ പുളിക്കൽ. അപ്പോൾ ഇനി പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കോള് ചിലപ്പോൾ പലപ്പോഴും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ഇന്ന ഫോണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ കോള് എന്തെങ്കിലും വേറെ കോളിലാവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം ആളുകൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ നമ്മൾ നമ്പർ കൊടുക്കുമ്പോൾ ആ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി. എന്താണ് നിങ്ങൾ ആവശ്യം എന്നുള്ളത് നിങ്ങൾ അതിൽ വോയിസ് അയച്ചാൽ എന്ത് ചെയ്യും, കറക്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് എന്ത് ചെയ്തു, നിങ്ങൾക്ക് റീപ്ലൈ കിട്ടിക്കോളും. ജസ്റ്റ് ഒരു അരമണിക്കൂറോ ഒരു 1 hour 2 hour ലേറ്റ് ആയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, റീപ്ലൈ എങ്ങനെ ആയാലും നിങ്ങൾക്ക് കിട്ടും. എന്തായാലും നിങ്ങൾക്ക് എന്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നമുക്കും ഒന്നും കൂടി സൗകര്യമാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അയച്ചു തരാനും ഒന്നുകൂടി സുഖമാവും. മറ്റേ ചില ആളുകളൊക്കെ വിളിക്കുമ്പോൾ മോഡൽ പറയുമ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയില്ല, പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയണില്ല. അപ്പോൾ നമ്മൾ അയച്ചു വരുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും, ഗൂഗിളിലൊക്കെ നോക്കി അതിൻ്റെ യഥാർത്ഥ വിലയും നമ്മളെ വിലയും ഒക്കെ നോക്കാൻ കഴിയും. അപ്പോൾ വാട്സപ്പ് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ തീരെ കഴിയാത്തവർ ബുദ്ധിമുട്ടാണെങ്കിൽ നേരെ കോളും ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ ട്രൈ ചെയ്യുക. നമ്പറൊക്കെ നമ്മൾ വീഡിയോ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള വിവോൻ്റെ X300 അൾട്ര അല്ലേ? അൾട്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം മൊഡ്യൂൾ, വൈൽഡ് ലൈഫ് ഒക്കെ നോക്കുന്നവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ കിറ്റൊക്കെ അഡീഷണൽ വാങ്ങുന്നവർക്കാണ് ഈ 2 ലെൻസൊക്കെ അല്ലേ ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അത് നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിനാണ് തരാൻ പോകുന്നത്. അടിപൊളി ഓഫറിലാണ് എല്ലാ മോഡലും കൊടുക്കുന്നത്. അതിൽ ഏറ്റവും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വിവോൻ്റെ X300 അൾട്ര 1,60,000 രൂപക്ക് നമ്മൾക്ക് പുതിയതിന് വില വന്ന സാധനമാണ്. ജസ്റ്റ് സീൽ ഓപ്പൺ ചെയ്ത് ആക്ടിവേഷൻ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പൊട്ടിച്ച് കൊടുക്കുക. നമുക്ക് എത്ര രൂപ കൊടുക്കാം, എത്ര കുറയും ഏകദേശം?
ഒരു 10-30 രൂപ കൊടുക്കാൻ പറ്റുമോ? ഓ 35,000 രൂപ ഇറക്കാം. 30 അല്ല 35 നമ്മൾ കുറക്കും. കുറക്കും. അപ്പൊ നമ്മൾ ഗംഭീര വെടിക്കെട്ട് ഓഫറാണ്. 1.60 ഉള്ളത് നമ്മൾ നേരെ 35,000 രൂപ കുറച്ചിട്ട് 1.25 നമ്മൾ കൊടുക്കുന്നത്. S23 X300 അൾട്ര. അപ്പോൾ നമുക്ക് കളർ ഗ്രേഡിംഗ് ഒക്കെ അറിയുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടൊക്കെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും അടിപൊളി ഡീലോഗ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അത്രയും അടിപൊളി പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ക്യാമറ ഫോണാണ്. ശരിക്കും ഒരു ഓപ്പൺ ചെയ്യുക, ആക്ടിവേഷൻ ആക്കുക, എന്നിട്ട് എന്ത് ചെയ്യും, സെക്കൻഡ് ഹാൻഡ് ആവും. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ആക്ടിവേഷൻ സെക്കൻഡ് ഹാൻഡ് ആയി. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് പ്രൈസിലാവും നമ്മൾ എന്ത് ചെയ്യുക, പുതിയ ഫോൺ കൊടുക്കുക. അത് കസ്റ്റമർ യൂസിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അധികം ആൾക്കാരെ വിളിച്ചിട്ട് റീഫർബിഷഡ് ആണോ ചോദിക്കും. റീഫർബിഷഡ് ഒന്നുമല്ല, ഇത് യഥാർത്ഥ കമ്പനി വാറന്റിയോട് കൂടി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇത് കമ്പനി വാറന്റിയോട് കൂടി തന്നെ നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയും. ആ കാര്യത്തിൽ മെമ്മറി ഇത് 16 GB റാം 512 GB ഇന്റേണൽ മെമ്മറിയാണ് അൾട്ര വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല റാമും ഉണ്ട്, അതേപോലെ തന്നെ ഇന്റേണലും ഉണ്ട് അല്ലേ. ഇനി അതിന്റെ നേരെ ഒരു ക്യൂട്ടായിട്ടുള്ള അതായത് അടിപൊളി നല്ല, അതായത് നമുക്ക് ഇന്നും 2-3 വിസിറ്റ് ഇന്നും കൊടുത്തിട്ടുണ്ട്. നല്ല എന്താ പറയാ എൻക്വയറിയും ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പോൾ മൂവിങ് ആയിക്കൊണ്ടിരിക്കണേ നല്ല ക്യൂട്ട് ഫോണാണ് X300 FE എന്ന് പറഞ്ഞ മോഡൽ. അത് ഏകദേശം പുതിയതിന് 80,000 റുപ്യ വില വരുന്നുണ്ട്. നമ്മളിവിടെ ഏകദേശം 15,000 റുപ്യ ഡിസ്കൗണ്ടിൽ വെറും 65,000 റുപ്യക്കാണ് X300 FE കൊടുക്കുന്നത്. ഇതിന് നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് കിറ്റ് ലെൻസ് ഒക്കെ വാങ്ങിക്കാം. അതിന് എക്സ്ട്രാ വേറെ വരും. അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കിറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫോണും കൂടി, അടിപൊളി ഫോണാണ്. ഇനി അടുത്ത് നമുക്കൊരു ബഡ്ജറ്റ് ഫോണാണ്. പിന്നെ നമുക്ക് ബഡ്ജറ്റ് ഫോണിൽ വിവോ V70 Lite ഏകദേശം 55,000 റുപ്യ വില വന്ന വിവോന്റെ V70 Lite നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് വെറും ചെറിയ പൈസക്കാണ് 45,900 ചെയ്യാൻ പോകുന്നത് അല്ലേ. അതായത് V70ക്ക് കൊടുക്കണം 50,000 റുപ്യ. അതിലും കുറച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, V70 Lite 8 GB റാം 256 GB ഇന്റർണൽ കൊടുക്കണം. പിന്നെ അതിൽ തന്നെ അതിൻ്റെ V70 വരുന്നുണ്ട്. V70 നമ്മൾ കൊടുക്കുന്ന വെറും 41,900, 50,000 റുപ്യ വില വരുന്ന വിവോൻ്റെ V70 41,900 വിവോന്റെ V70 കൊടുക്കുന്നത്. 9,000 രൂപേൻ്റെ അടുത്ത് നമ്മൾ പിന്നെ വില കുറച്ചിട്ടാണ് വിവോന്റെ V70. പിന്നെ നമുക്ക് വിവോ V70 FE വരുന്നത് പുതിയതിൻ്റെ വില ഏകദേശം 42,000 റുപ്യ 41,000 റുപ്യ പുതിയതിന് വില വരുന്നുണ്ട്. അത് നമ്മളിവിടെ കൊടുക്കുന്നത് വെറും 34,900. അതിൻ്റെ 128 ആണെങ്കിലോ 128 ആണെങ്കിൽ 38,000 റുപ്യ പുതിയതിന് വില വരുന്നത്. അത് നമ്മളിവിടെ കൊടുക്കുന്നത് വെറും 31,900. അപ്പോൾ എല്ലാ മോഡലും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമ്മൾ കുറച്ചിട്ട് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ വിവോന്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ് 28,000 റുപ്യ വില വരുന്നത്. 7200 mAh ബാറ്ററി ബാക്കപ്പ് വിവോയിൽ വന്നിട്ടുള്ള മോഡല് വിവോ പവർ ബാങ്ക് കൊണ്ടെടുക്കുന്ന പോലെ അതുപോലെ കൊണ്ടെടുക്കാൻ പറ്റിയ വിവോന്റെ Y51 Pro 28,000 റുപ്യാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. പുളിക്കൽ മൈ മൊബൈലിൽ വെറും 24,000 റുപ്യ. 24,000 പൊട്ടിച്ച് കൊടുക്കുകയാണ്. ഫ്രഷ് ഫോൺ ഒരിക്കലും നിങ്ങൾക്ക് ഇത്ര പ്രൈസിൽ എന്ത് ചെയ്യില്ല, എവിടുന്നും കിട്ടൂല. അപ്പൊ ആ അത്ര റേറ്റ് കുറച്ചിട്ടാണ് എന്തിനത്. ബാറ്ററി ലൈഫ് ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പും ഉണ്ടാവും, ഉടനെ നമുക്ക് ബെസ്റ്റ് പ്രൈസിനും ഉണ്ടാവും ചെയ്യാം അല്ലേ. പിന്നെ Find X9s ഓപ്പോയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നാണ്. Find X9 ആയിരുന്നു, ഇപ്പം അതിൻ്റെ Find X9s 12 GB റാം 256, ഏകദേശം പുതിയതിന് 80,000 റുപ്യ വില വന്ന Find X9s നമ്മളിവിടെ പൊട്ടിച്ച് കൊടുക്കുകയാണ് 20,000 റുപ്യ ഡിസ്കൗണ്ടിൽ. 20,000 രൂപ ഡിസ്കൗണ്ടിൽ 59,900. അപ്പോൾ ബെസ്റ്റ് പ്രൈസ് ആണ്, നല്ലൊരു എമൗണ്ട്. 80,000 റുപ്യ വില വരുന്ന 12 GB റാം 256 വരുന്ന ഓപ്പോൻ്റെ X9s എന്ന് പറഞ്ഞ മോഡൽ 20,000 റുപ്യ ഡിസ്കൗണ്ടിലാണ് പുളിക്കൽ മൈ മൊബൈൽ കൊടുക്കുന്നത്. അടുത്ത കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു റെനോ സീരീസ് ഉണ്ടല്ലേ. റെനോ സീരീസിലുണ്ട്. ഓപ്പോൻ്റെ F33 Pro ഉണ്ട്. F33 Pro 41,000 റുപ്യ പുതിയതിന് വില വന്ന. അതായത് ഫിസിക്കൽ ഡാമേജും കമ്പനി എന്ത് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പറയുന്നുണ്ട്. അതായത് പെട്ടെന്ന് നിലത്ത് വീണ് കഴിഞ്ഞാലൊന്നും നമുക്ക് പ്രൊട്ടക്ഷൻ അത്യാവശ്യം നല്ല ഉണ്ട് ഡിസ്പ്ലേക്ക്. അപ്പോൾ ആ മോഡൽ നമുക്ക് 41,000 റുപ്യ വില വരുന്നത് പുളിക്കൽ മൈ മൊബൈലിൽ വെറും 34,900. നല്ല റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ 38,000 റുപ്യ വില വരുന്ന അതിൻ്റെ 128 കൊടുക്കണം എത്ര, വെറും 31,900. അപ്പോൾ അതിലും നമുക്ക് 5,800 രൂപ ഡിഫറൻറ്റിലാണ് എന്ത് ചെയ്ത് ഈ ഒരു ഐറ്റം നമുക്ക്. പിന്നെ റെനോ 15 12 GB റാം 256, 50,000 റുപ്യ പുതിയതിന് വില വരുന്നുണ്ട്. വെറും 41,900
നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ റെനോ സീരീസും ആണ് അല്ലേ? റെനോ 15 അത്യാവശ്യം നല്ല മൂവിങ്ങുള്ള മോഡൽ തന്നെയാണ് റെനോ സീരീസ്. അപ്പോൾ അതിന് റെനോ 15. പിന്നെ F33 6 128 വരുന്നുണ്ട്, 8 128 വരുന്നുണ്ട്. 6 128 ആണെങ്കിൽ 27,500, പുതിയതിന് ഏകദേശം 30 റുപ്യൻ്റെ മേലെ വില വരുന്നുണ്ട്. 35,000 റുപ്യൻ്റെ 8GB RAM 128 ആണെങ്കിലോ വെറും 28,900. 6,000 റുപ്യ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് F33 കൊടുക്കുന്നത്. ഏറ്റവും വലിയ ഫോണാണെങ്കിൽ അത്രയും നല്ലൊരു എമൗണ്ട് നമുക്ക് വലിയ റേറ്റ് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് നല്ല ലാഭം കൂടും. റേറ്റ് കൂടുന്നതനുസരിച്ച് ലാഭം കുറയാൻ എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, വേറെയുള്ള ഓൺലൈൻ പ്രൈസിനോ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്ത് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. വിളിക്കും ചെയ്യാട്ടോ, പക്ഷെ വാട്സപ്പ് മെസ്സേജ് അയക്കണാവും ഒന്നുകൂടി സൗകര്യം എന്നുള്ള നിലക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങോട്ട് പറയണത്. പിന്നെ വിവോയിൽ FY400 ഇത് LED ഡിസ്പ്ലേ ഒക്കെ വരുന്ന അത്യാവശ്യം 32,000 റുപ്യ പുതിയതിന് വില വരുന്ന വിവോൻ്റെ Y400. ഇത് ഏകദേശം 38 റുപ്യക്ക് നമുക്ക് എന്ത് 28 റുപ്യക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബഡ്ജറ്റ് പ്രൈസിൽ ഇത് കൊടുക്കാൻ പറ്റും. അതായത് LED ഡിസ്പ്ലേയിൽ ഇപ്പോൾ നിലവിൽ ഫ്രഷ് എന്ത് ചെയ്യുകയാണ് 28 റുപ്യാണ്, 32 റുപ്യാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഫോൺ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു 28 റുപ്യ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ നമുക്ക് റിയൽമിൻ്റെ 16 Pro Plus 40 സംതിങ് വില വന്ന 48 റുപ്യ ലെവലിൽ പുതിയതിന് വില വരുന്ന സാധനം വെറും 37,900. റിയൽമിൻ്റെ 16 Pro Plus 8GB RAM 256GB ഇൻ്റർണൽ മെമ്മറി ഉള്ളത്. പിന്നെ നമുക്ക് വരുന്നത് റിയൽമിൻ്റെ 16T. ഇതിപ്പോൾ ലേറ്റസ്റ്റ് വന്ന മോഡലാണ്. ഇത് 30,000 റുപ്യ പുതിയതിന് വില വരുന്നത്. ഇത് നമ്മൾ പുളിക്കൽ മൈ മൊബൈലിൽ വെറും 25,500. ഇതിപ്പോൾ ഇറങ്ങിയിട്ട് എല്ലാ ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ പുതിയ മോഡലാണ്, പുതിയ ഫോൺ എന്ത് ചെയ്യാണ്, അപ്പോൾ തന്നെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്നിട്ട് സെക്കൻഡിന്റെ പ്രൈസിൽ നമ്മൾ കസ്റ്റമർ കൊടുക്കും. കമ്പനി വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് കമ്പനിക്ക് സെയിം വാറണ്ടി നമുക്ക് കിട്ടും ചെയ്യും. നമുക്കൊരു സെക്കൻഡിന്റെ പ്രൈസിൽ സാധനം കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റെഡ്മി നോട്ട് 15 Pro 8GB RAM 128 വരുന്നത്, പക്ഷെ 30 റുപ്യ റേഞ്ചിൽ വന്ന സാധനമാണ്. 25,900 റെഡ്മി നോട്ട് 15 Pro എന്ത് ചെയ്യുന്നത്. മെമ്മറി ഉണ്ട്, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കൊണ്ടുപോകും ചെയ്യാം. പിന്നെ നമുക്കിപ്പോൾ വരുന്ന സാധനമാണ് A57. സാംസങ്ങിൽ നോക്കുകയാണെങ്കിൽ സാംസങ്ങിൽ A57, S26, A37 ഇതൊക്കെ കിഡിലം പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. A57 ഏകദേശം 57,000 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൽ ഡിസ്കൗണ്ട് 3,000 റുപ്യ വരുന്നുണ്ട്, അപ്പോഴും 54 വരുള്ളൂ. പക്ഷേ പുളിക്കൽ മൈ മൊബൈൽ കൊടുക്കുന്നതോ വെറും 42,900. 42,900 സാംസങ്ങിൻ്റെ A57. നല്ല വെയ്റ്റ്ലെസ് അടിപൊളി ക്യൂട്ട് ഫോണാണിത് സാധനം. നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന്. അപ്പോൾ അതിൻ്റെ സാധനം നോർമൽ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് വീണ്ടും നമുക്കൊരു 9,000 രൂപ നമുക്ക് A57 കൊടുക്കുന്നത്. A37 128 ഏകദേശം ഇപ്പോൾ റേറ്റ് 40 റുപ്യ വരുന്നുണ്ട്. ആ സാധനം നമ്മൾ കൊടുക്കുന്നത് വെറും 29,900. 10,000 റുപ്യ ഡിസ്കൗണ്ടിൽ 10,000 രൂപ ബെസ്റ്റ് ഡിസ്കൗണ്ട് ആണ്. 256 ആണെങ്കിൽ 32,900. പുതിയതിൻ്റെ വില എത്ര, 44 റുപ്യ 43 റുപ്യ ലെവലിൽ വരുന്ന സാധനമാണ്. 10,000 റുപ്യ ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്യുന്നത് A37 കൊടുക്കുന്നത്. പിന്നെ 36 34 റുപ്യ പുതിയതിന് വില വരുന്ന A36 വെറും 26 റുപ്യക്ക് 26,000 റുപ്യക്കാണ് എന്ത് ചെയ്യുന്നത് A36 കൊടുക്കുന്നത്. പിന്നെ നമുക്ക് യൂസറിൽ കുറച്ച് വരുന്ന മോഡൽസുകളുണ്ട്. S26 പറഞ്ഞല്ലോ, S26 പറഞ്ഞല്ലോ 80,000 റുപ്യ വില വരുന്ന S26 ജസ്റ്റ് ഇതാ ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യും, ജസ്റ്റ് നമ്മൾ ആക്ടിവേഷൻ ആക്കും, എന്നിട്ട് എന്ത് ചെയ്യും ഇങ്ങോട്ട് കൊടുക്കും. 15,000 റുപ്യ ഡിസ്കൗണ്ട് ചെയ്തിട്ട് വെറും 65,000 റുപ്യക്ക് S26. യൂസ് ചെയ്യാത്ത ഫോണാണ്, ഫോൺ ഒരു കസ്റ്റമർ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് ആക്ടിവേഷൻ ആക്കും, എന്ത് ചെയ്യും, അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ആയി. ആക്ടിവേഷൻ ആക്കി കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ആയി. അപ്പോൾ എന്ത് ചെയ്യും, സെക്കൻഡ് ഹാൻഡിൻ്റെ പ്രൈസിൽ നമ്മൾ എന്ത് ചെയ്യും, പുതിയ മൊബൈൽ ഫോൺ കൊടുക്കും. അത് തന്നെയാണ് സിസ്റ്റം. അപ്പോൾ 15,000 രൂപ കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫോൺ കൊടുക്കുന്നത് അല്ലേ. പിന്നെ നമുക്ക് യൂസ്ഡിൽ ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. S26 Ultra ഉണ്ട്. S26 Ultra യൂസ്ഡ് വരുന്ന സാധനം ഉണ്ട്. യൂസ്ഡ് അല്ല, ഇതൊക്കെ ജസ്റ്റ് ആക്ടിവേഷൻ ചെയ്തിട്ട് വാറണ്ടി ആക്റ്റീവായിട്ട് 2 മാസമായിട്ടുള്ളൂ. നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഈ കസ്റ്റമർ യൂസിങ് വരാത്ത സാധനമാണ്. അത് നമ്മൾ കൊടുക്കണ വെറും 1,50,000 റുപ്യ വില വന്ന സാധനം ഏകദേശം 35,000 രൂപയോളം നിങ്ങൾക്ക് കുറയും. വെറും 1,15 റുപ്യക്കാണ് S26 Ultra 512GB ഇൻ്റർണൽ മെമ്മറി ഉള്ളത് എന്ത് കൊടുക്കുന്നത്. കസ്റ്റമർ യൂസിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഒരു 2 മന്ത് ആക്ടിവേഷൻ ആയിട്ട് 2 മന്ത് ആയിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് 10 മാസം കമ്പനി വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് യൂസിങ് നിങ്ങളാവും.
ആക്ടിവേഷൻ ആയിട്ടുണ്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ പിക്സലിൻ്റെ 10 എത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഏകദേശം 9,000 റുപ്യ ഡിസ്കൗണ്ടിൽ ജസ്റ്റ് ആക്ടിവേഷൻ കാറ്റഗറി വന്ന സാധനമാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യാണ് 50,000 റുപ്യ വില വരുന്നത് 9,000 റുപ്യ ഡിസ്കൗണ്ട് ചെയ്തിട്ട് വെറും 40,900 എന്ത് ചെയ്യുന്നത് പിക്സൽ 10 കൊടുക്കുന്നത്. പിന്നെ നമുക്ക് യൂസ്ഡിൽ വരുന്നുണ്ട്, പിക്സൽ 8 വരുന്നുണ്ട്, ഐഫോൺസ് ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. സാംസങ്ങിൽ സീരീസിൽ എന്ത് ചെയ്യുന്നുണ്ട് S25 വരുന്നുണ്ട്, S23 വരുന്നുണ്ട്, പിന്നെ S24 FE വരുന്നുണ്ട്. ഒക്കെ യൂസിൽ വരുന്നതാണ്. യൂസിൽ പിക്സൽ 8 ബോക്സ് പീസിൽ വരുന്നുണ്ട് 28 റുപ്യക്കാണ് പിക്സൽ 8 ബോക്സ് പീസ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വിത്തൗട്ട് ബോക്സ് വരുന്നുണ്ട് 27,500. പിന്നെ അതുപോലെ തന്നെ iPhone 16 Pro 79 റുപ്യ 87 ബാറ്ററി ഹെൽത്ത്. പിന്നെ iPhone 13 27 റുപ്യ 31 റുപ്യ. പിന്നെ 14 Pro 13 Pro 15 Pro 11 iPhone 16 ജസ്റ്റ് ആക്റ്റീവ് കാറ്റഗറി വരുന്നുണ്ട് കേട്ടോ. iPhone 16 വരുന്നത് പുതിയതിന് ഏകദേശം 70,000 റുപ്യ വില വരുന്നത് നമ്മളിവിടെ കൊടുക്കുന്ന വെറും 63,000 റുപ്യക്കാണ് iPhone 16 കൊടുക്കുന്നത്. iPhone 15 ആണെങ്കിൽ വെറും 53,000 റുപ്യക്കാണ് iPhone 15 കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ iPhone 17 കൊടുക്കുന്നത് വെറും 76,000 റുപ്യക്കാണ് iPhone 17 കൊടുക്കുന്നത്. അത് 83,000 റുപ്യ പുതിയതിന് വില വരുന്ന iPhone 17 നമ്മൾ കൊടുക്കുന്നത് വെറും 76,000 റുപ്യക്ക്. പിന്നെ S25 ആക്ടിവേഷൻ നവംബർ വരെ വാറണ്ടി ഉള്ളതുണ്ട് 51 റുപ്യ iPhone. പിന്നെ അതുപോലെ S23 യൂസർ വരുന്നുണ്ട്, S24 FE നല്ല ക്ലീൻ വാറണ്ടി ഒക്കെ ഉള്ള പീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്തോളി. ഒരുപാട് ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പുതിയ മൊബൈൽ ഫോൺ ജസ്റ്റ് സെക്കൻഡ് ഹാൻഡ് ആക്കി കൊടുക്കുന്നത്. പിന്നെ എല്ലാ തന്നെ യൂസ്ഡ് ഫോണുകളും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാർ വന്നു നമ്മൾ പർച്ചേസ് ചെയ്തു പോയി, അവരൊക്കെ ഇത് വീഡിയോ കണ്ട് വീണ്ടും കമൻ്റ് ഇടും, നല്ല അഭിപ്രായമാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് ആളുകളിലേക്ക് നമ്മളെ ഫോണുകൾ എത്തട്ടെ എന്ന് നമ്മൾ എന്ത് ചെയ്യാണ് ആഗ്രഹിക്കുകയാണ്. യെസ്. പിന്നെ നമുക്ക് ഇത് കൂടാതെ നമുക്ക് ആക്സറീസുകൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സർവീസും ഉണ്ട്. നമുക്ക് മൊബൈൽ സർവീസ് ഏകദേശം 4 ടെക്നീഷ്യന്മാർ അവിടെ ഉണ്ട്, തൊട്ടപ്പുറത്തുള്ള റൂമിലാണ്. അപ്പോൾ അത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വെച്ചാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം അതുകൂടി നമുക്ക് ഉൾപ്പെടുത്താം. അവിടെ ചെറിയൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഷെയറാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ ഏറ്റവും വലിയൊരു ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് കൂടുതൽ കളക്ഷൻസ് എത്തുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ഓഫറുകൾ ഇനിയും കൊടുക്കാം അല്ലേ. യെസ്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് മലപ്പുറം ജില്ലയിൽ പുളിക്കലാണ്, പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ. നമുക്ക് രാമനാട്ടിലേക്കും കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു ഷോറൂം മൈ മൊബൈൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അടിപൊളി കമൻറ്റ് ചെയ്യുക. നമുക്ക് കമൻറ്റ് വിക്രമായിട്ട് നമുക്ക് നല്ലൊരു 5 പേർക്ക് നമുക്കൊരു സമ്മാനം നമുക്ക് എന്തായാലും നമ്മൾ തരുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ മാക്സിമം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. അത് നമ്മുടെ 2 കൂട്ടരുടെയും സൗകര്യമായ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീഡിയോ കാണാം. റിയാസ് ആൻഡ് വസീം സൈനിങ് ഓഫ്.